ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പ്രവാസികൾക്കിനി സ്വന്തം നാട്ടിൽ അവരുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്താം. തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിലെത്താനും കഴിയാത്തതിനാൽ വോട്ടുകളിനി നിഷേധിക്കപ്പെടില്ല. പ്രതിനിധിയെ മുൻനിർത്തി വോട്ട് ചെയ്യാമെന്നുള്ള പുതിയ ഭേദഗതി കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ പ്രവാസികളുടെ പങ്ക് നിർണായകമാക്കും. ഇനി പ്രധാന വാർത്തകളിലേക്ക്. പ്രവാസി ഇന്ത്യക്കാർക്ക് പ്രോക്സി വോട്ടിംഗിനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. കേരളത്തിന്റെ വിധിയെഴുത്തിൽ ഇനി പ്രവാസികളും നിർണായകം. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ലബോറട്ടറി മേഖലയ്ക്ക് പ്രാതിനിധ്യം നൽകണമെന്നും ലാബ് ഓണേഴ്സ് അസോസിയേഷൻ. അധികൃതർ നോക്കുകുത്തികളാകുന്നു. നഗരത്തിലെ നീക്കം ചെയ്ത ഫ്ലക്സ് ബോർഡുകൾ വീണ്ടും സ്ഥാനം പിടിച്ചു. വാർത്തകൾ വിശദമായി. പ്രവാസി ഇന്ത്യക്കാർക്ക് പ്രോക്സി വോട്ടിംഗിനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. ഇതോടെ കേരളം ഇനി ആര് ഭരിക്കുമെന്നുള്ളതിൽ പ്രവാസികളുടെ പങ്ക് നിർണായകമാവുമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. പ്രവാസി ഇന്ത്യക്കാർക്ക് പ്രോക്സി വോട്ടിംഗിനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. പ്രവാസി ഇന്ത്യക്കാരുടെ ദീർഘകാല ആവശ്യത്തിനാണ് ഇതോടെ അംഗീകാരമാവുന്നത്. സ്വന്തം നാട്ടിൽ വോട്ട് നിഷേധിക്കുന്നതിനെതിരെ കാലങ്ങളായി പ്രവാസികൾ പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. നാട്ടിലെത്തി വോട്ട് ചെയ്യാനുള്ള പ്രയാസം കണക്കിലെടുത്ത് പ്രതിനിധിയെ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകിക്കൊണ്ടുള്ള പുതിയ ഭേദഗതിയാണ് നടപ്പിൽ വരുന്നത്. ഇതോടെ കേരളം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ പ്രവാസികളുടെ പങ്ക് നിർണായകമാവുമെന്ന് ഇൻഡോ അറബ് കോൺഫെഡറേഷൻ ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി പറഞ്ഞു. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ കണക്കനുസരിച്ച് 24 ലക്ഷം മലയാളികളാണ് ഇത് ഗൾഫ് നാടുകളിലുള്ളത്. അപ്പം കേരളത്തിൽ ആ 24 ലക്ഷം വോട്ടുകൾ വരിക എന്നുള്ളത് കേരളത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിയിൽ ഓരോ നിയോജകമണ്ഡലത്തിലെയും ജയപരാജയങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ നിർണായകമാണ്. ഒരർത്ഥത്തിൽ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരർഹത ഇന്നത്തെ ദിവസത്തോടു കൂടി പ്രവാസി മലയാളികൾക്ക് ഉണ്ടായിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിലും 10,000 മുതൽ 12,000 വരെ പ്രവാസികൾ മാത്രമേ ഇപ്പോൾ വോട്ട് ചെയ്യാൻ നാട്ടിലെത്തുന്നുള്ളൂ എന്നാണ് കണക്ക്. ഈ സംവിധാനം വരുന്നതോടെ വരും വർഷങ്ങളിൽ വൻ മാറ്റമുണ്ടാവുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ പ്രവാസികളെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടും വരുമാനവും കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കണമെന്നുള്ള പുതിയ നിയമം എടുത്തുമാറ്റണമെന്നും ആറ്റക്കോയ പള്ളിക്കണ്ടി അഭിപ്രായപ്പെട്ടു. ഇങ്ങനെയുള്ളൊരു നിയമം അവർ ബാങ്കിന്റെ പേര് നിർബന്ധമായിട്ട് കൊടുക്കണം, ബാങ്ക് അക്കൗണ്ടിന്റെ പേര് കൊടുക്കണം, സമ്പാദ്യം കാണിക്കണം. അതിൽ ഏകദേശം 80% ആളുകൾക്കും ബാങ്കില്ല, ബാങ്ക് അക്കൗണ്ടില്ല, ബാങ്ക് സമ്പാദ്യങ്ങളില്ല. അപ്പോൾ ഈ അവസരത്തിൽ ഈ ഒരു നിയമം വന്നതോടുകൂടി ഇതോടത്തോടെ തന്നെ വോട്ടവകാശം വന്നതോട് തന്നെ പ്രവാസികളെ പ്രയാസപ്പെടുത്തുന്ന ഈ നിയമം ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് അവരുടെ യഥാർത്ഥ പ്രവാസികളുടെ അവസ്ഥ എന്താണെന്നും കൂടി മനസ്സിലാക്കണം. പാവപ്പെട്ട പ്രവാസികളെയാണ് ഈ നിയമം പ്രതിസന്ധിയിലാക്കുന്നത്. തുച്ഛമായ വരുമാനം നാട്ടിലേക്ക് അയച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നവർക്ക് ഈ നിയമം താങ്ങാനാവില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ കേരളത്തിൽ നിയമമാക്കുകയാണെങ്കിൽ ലബോറട്ടറി മേഖലയ്ക്ക് പ്രാതിനിധ്യം നൽകണമെന്ന് മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ. മെഡിക്കൽ റിപ്പോർട്ടിൽ ഡോക്ടർ ഒപ്പുവെക്കണമെന്ന നിർദ്ദേശം അന്യായമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. 4000-ൽ പരം പ്രൈവറ്റ് ലാബോറട്ടറികളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. പക്ഷേ 400-ൽ പരം ഗവൺമെന്റ് ലാബുകളെ ഇവിടെ ഉള്ളൂ. അപ്പോൾ കേരളത്തിലെ ലാബുകളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു നിയമമായിരിക്കണം സർക്കാർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ അവർ ഭാവന ചെയ്യുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് വന്നു കഴിഞ്ഞാൽ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ല ശതമാനം ലാബുകളും കൂട്ടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അവർക്ക് പിന്നെ എത്തിപ്പെടാൻ പറ്റുന്നത് വലിയ സംവിധാനങ്ങളായിരിക്കും. തീർച്ചയായിട്ടും ടെസ്റ്റുകളുടെ നിരക്ക് കൂടും, സാധാരണക്കാരുടെ അപ്രാപ്യമായ രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും.
4000-ഓളം സ്വകാര്യ ലാബുകളും 400-ഓളം സർക്കാർ ലാബുകളുമാണ് കേരളത്തിലുള്ളത്. ചികിത്സയ്ക്ക് തന്നെ ഡോക്ടർമാർ ഇല്ലാത്ത ഈ സമയത്ത് ഇത്രയും ലാബ് റിപ്പോർട്ടുകളിൽ ഡോക്ടർ ഒപ്പുവെക്കുക എന്നത് അസാധ്യമാണ്. 2010 ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിൽ അപാകതകൾ ഏറെയുണ്ടെന്നും ഇവ പരിഹരിക്കുവാനും എല്ലാ ടെക്നീഷ്യന്മാരെയും അംഗീകരിക്കുന്ന ഓർഡിനൻസ് നിയമമാക്കുവാനും സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഓഗസ്റ്റ് 5-6 തീയതികളിൽ സംഘടനയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. 5-ന് ആരോഗ്യക്ഷേമ വകുപ്പ് മന്ത്രി കെ ശൈലജ ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രസിഡന്റ് TA വർക്കി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മഴക്കാലത്ത് മാവൂർ റോഡ് ശ്മശാനത്തിൽ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നത് മുട്ടോളമെത്തുന്ന അഴുകിയ വെള്ളത്തിൽ നിന്ന്. വർഷങ്ങളായി പണിയെടുക്കുന്ന ശ്മശാന ജീവനക്കാരുടെ അവസ്ഥയും ദയനീയമാണ്. രാത്രികാലങ്ങളിൽ വൈദ്യുത സംവിധാനം പോലുമില്ലാതെ ശ്മശാനത്തെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് കോർപ്പറേഷൻ. തകർത്ത് പെയ്യുന്ന മഴക്കാലത്ത് മാവൂർ റോഡ് ശ്മശാനത്തിന്റെ അവസ്ഥയാണിത്. വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും നിലകൊള്ളുന്നവർ പുത്തൻ സമ്പ്രദായങ്ങളെ മാറ്റി നിർത്തി ഉറ്റവരെ അടക്കം ചെയ്യുന്ന ഇടം. ജീവൻ നിലച്ച ഒട്ടേറെ ശരീരങ്ങൾ എരിഞ്ഞടങ്ങുന്ന ശ്മശാനത്തിൽ മഴ പെയ്താൽ മുട്ടോളം എത്തുന്ന വെള്ളത്തിൽ നിന്നാണ് അന്ത്യകർമ്മങ്ങൾ നടത്തുന്നത്. അതിലും ദയനീയം വർഷങ്ങളോളമായി ഇവിടെ പണിയെടുക്കുന്ന ജീവനക്കാരുടെ അവസ്ഥയാണ്. റോഡിൽ നിന്നും താഴ്ന്ന നിലയിലാണ് ശ്മശാനം സ്ഥിതി ചെയ്യുന്നത്. ഇരുവശങ്ങളിലും കത്തിത്തീർന്ന ചാരം കുമിഞ്ഞുകൂടിയതും മേൽക്കൂരയുടെ ഇടയിലുള്ള അകലവും ഒക്കെയാണ് ഇവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. അഴുകിയ വെള്ളത്തിൽ നിന്നാണ് ജീവനക്കാർ ചിതയൊരുക്കുന്നത്. രാത്രികാലങ്ങളിൽ വൈദ്യുത സംവിധാനം ഇല്ലാത്തതും ജീവനക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്നു. 12ഓളം വരുന്ന ജീവനക്കാരാണ് ഇവിടെ പണിയെടുക്കുന്നത്. ശ്മശാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ജീവനക്കാരനായ ബാബു: ഇവിടെ മഴയത്ത് ബോഡി വന്നിട്ടുണ്ടെങ്കിൽ വെള്ളമാണ് ഇവിടെ കംപ്ലീറ്റ്. റോഡ് പൊന്തിയോണ്ട് കംപ്ലീറ്റ് വെള്ളം ഇതിൻ്റെ അകത്തൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബോഡിയൊക്കെ വരുമ്പോൾ വെള്ളത്തിൽ കൂടെ നടന്നു വരികയാണ്. ബോഡിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പണിയെടുക്കാൻ. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. കോർപ്പറേഷനോട് പറഞ്ഞിട്ടുണ്ട് ലൈറ്റൊക്കെ ഇതുവരെ ലൈറ്റോ കാര്യമൊന്നും ഇതില്ല. ഇരുട്ടത്താണ് ഇവിടെ. ചിലപ്പം ബോഡി ഒന്ന് ലൈറ്റൊക്കെ ലൈറ്റ് കത്തിച്ചിട്ടാണ് ഇവിടെ ബോഡി വെക്കൽ. നല്ല ഇതൊക്കെയാണ്. 15ഓളം വരുന്ന ചൂളകളാണ് ഇവിടെ നിലവിലുള്ളത്. ഉണങ്ങിയ ചകിരി ഉപയോഗിച്ചാണ് ചിതയൊരുക്കുന്നത്. മഴയാവുന്നതോടെ ശവങ്ങൾ കത്താനും കത്തിത്തീരാനും ഏറെ സമയമെടുക്കും. ഈ രീതിയിൽ ദയനീയമായി ശ്മശാനം നിലകൊള്ളാൻ തുടങ്ങിയിട്ട് 8 വർഷം പിന്നിടുന്നു. തൊട്ടടുത്ത് വൈദ്യുത ശ്മശാനം എല്ലാ സൗകര്യങ്ങളോടും കൂടെ നിലനിർത്തപ്പെടുമ്പോൾ കാലങ്ങളായുള്ള ഈ ശ്മശാനത്തെ അവഗണിക്കുന്ന നിലപാടാണ് അധികൃതർ കൈക്കൊള്ളുന്നത്. തുച്ഛമായ ചെലവിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ ഇപ്പോൾ ശ്മശാനത്തിനുള്ളൂ. പലതവണ പരാതിപ്പെട്ടിട്ടും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു. ഇപ്പോഴും മണ്ണ് മാറ്റാൻ കഴിയില്ല. കോഴിക്കോട് കോർപ്പറേഷൻ ഇവിടെ നിന്ന് മണ്ണെടുക്കുന്നില്ല. ഈ മണ്ണെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് വൃത്തിയല്ല, വെള്ളം നിൽക്കൂല. കോഴിക്കോട് നഗരത്തിലെ ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്ന ഈ ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ ഇനിയും കണ്ടില്ലെന്ന് നടിക്കരുത്. ജീവനറ്റ ശരീരങ്ങളെ അടക്കുന്ന ചില ജീവനുള്ള ആത്മാക്കളുണ്ട് ഇവിടെ എന്നോർക്കുക. ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം അരുണിമ, ജില്ലാ വാർത്തകൾ, കോഴിക്കോട്. സർക്കാർ വിദ്യാലയങ്ങളിൽ ലൈബ്രറി കാര്യക്ഷമമാക്കുന്നതിനായി പുസ്തക വിതരണം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വിദ്യാലയങ്ങളിൽ ലൈബ്രറി കാര്യക്ഷമമാക്കുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പുസ്തക വിതരണം പദ്ധതിക്ക് തുടക്കം. ലൈബ്രറി ശാക്തീകരണ പദ്ധതി പ്രകാരം 5 ലക്ഷത്തോളം രൂപയുടെ പുസ്തകങ്ങളാണ് ജില്ലയിലെ 62ഓളം വിദ്യാലയങ്ങളിലായി വിതരണം ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര വികസനം മുന്നിൽ കണ്ടാണ് ഇത്തരം പദ്ധതികൾക്ക് ഊന്നൽ നൽകുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൗൺസിൽ ഇതിനെന്നും താല്പര്യം കാണിച്ചിട്ടില്ല. എന്തൊക്കെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമഗ്ര പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളായി കുട്ടികളൊക്കെ അവർക്ക് ഒന്നിൻ്റെ കുറവുണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ മറ്റാരും ഉണ്ടാവില്ല. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനാണ് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കുന്നത്. ഡെപ്യൂട്ടി മേയർ മീര ദർശക് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വിദ്യാഭ്യാസ കായിക സ്ഥിര സമിതി ചെയർമാൻ M രാധാകൃഷ്ണൻ മാസ്റ്റർ, DO അജിത് കുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV ബാബുരാജ്, കൌൺസിലർ ഷെറീന വിജയൻ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് TS ശൈലജ, PTA പ്രസിഡന്റ് സുരേഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's finest gold. You will never
be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീര സന്ധിവേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാഡിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് 10,000 രൂപ നിക്ഷേപിക്കുമ്പോൾ 1 വർഷം കഴിഞ്ഞ് നിക്ഷേപമുള്ള കാലം വരെയും 5 ലക്ഷം രൂപ വരെയുള്ള ക്യാൻസർ ചികിത്സ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാൻസർ ആശുപത്രികളിൽ ഒന്നായ MVR ക്യാൻസർ സെന്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സൗജന്യമായി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9446383311. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്, സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റെഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം, കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. വാർത്തകൾ തുടരുന്നു. കോവളം കൊട്ടാരം RP ഗ്രൂപ്പിന് സർക്കാർ വിട്ടു നൽകിയത് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാക്കിയ ഡീൽ പ്രകാരമാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ MLA. സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര സേനാനി കൗമുദി ടീച്ചറുടെ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ പറയുന്നത് സുപ്രീം കോടതി വിധിയുള്ളതിനാലും അറ്റോർണി ജനറലിന്റെ അഭിപ്രായം മാനിച്ചുമാണ് കൊട്ടാരം കൈമാറിയത് എന്നാണ്. അറ്റോർണി ജനറൽ നേരത്തെ RP ഗ്രൂപ്പിന്റെ വക്കീലായിരുന്നു. മാത്രമല്ല, സുപ്രീം കോടതി വിധി തന്നെ കൊട്ടാരത്തിന്റെ അവകാശം ആർക്കെന്ന് പറയുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കൊട്ടാരം ദാനം നൽകിയ സംഭവത്തിൽ പ്രതിഷേധം ഉയരണമെന്നും ഇക്കാര്യത്തിലുള്ള അർത്ഥഗർഭമായ മൗനം കുറ്റത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്നും സതീശൻ പറഞ്ഞു. ചെറുവള്ളി എസ്റ്റേറ്റിൽ ശബരിമല വിമാനത്താവളം പണിയാനുള്ള നീക്കം KP യോഹന്നാനുമായുള്ള ഡീൽ പ്രകാരമാണ്. ഹാരിസൺ മലയാളത്തിന്റേതുൾപ്പെടെ അനധികൃത ഭൂമി ക്രമപ്പെടുത്തി നൽകാനുള്ള നീക്കവും ഇതിനു പിന്നിലുണ്ട്. ഇതര സംസ്ഥാന ലോട്ടറികളെ സർക്കാർ കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണെന്നും ലോട്ടറി മാഫിയയുമായി സർക്കാരിന് അവിഹിത ബന്ധമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1934 83 വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി, 17 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഗാന്ധിസത്തിലേക്കും ഗാന്ധിയ രീതികളിലേക്കും ഗാന്ധി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലേക്കുമെല്ലാം ആകൃഷ്ടയായി സ്വന്തം ആഭരണങ്ങൾ ഊരി രാജ്യത്ത് പ്രയാസമനുഭവിക്കുന്ന, ദുഃഖമനുഭവിക്കുന്ന പിന്നോക്ക ജനവിഭാഗങ്ങളിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഊരി നൽകി എന്നുള്ളത് അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. സബർമതി ചെയർമാൻ അഡ്വക്കേറ്റ് I. മൂസ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് T. സിദ്ദിഖ്, KC അബു, അഡ്വക്കേറ്റ് P. ശങ്കരൻ, പ്രതാപൻ തായാട്ട്, ഉഷാദേവി, അഡ്വക്കേറ്റ് M. രാജൻ, സതീശൻ എടക്കുടി, TP ഭാസ്കരൻ, PV ഗംഗാധരൻ, ഡോക്ടർ K. മൊയ്തു, ജനറൽ കൺവീനർ KV സുബ്രഹ്മണ്യൻ, ജഗത്മയൻ ചന്ദ്രപുരി തുടങ്ങിയവർ സംബന്ധിച്ചു. നീക്കം ചെയ്ത പരസ്യ ബോർഡുകളെല്ലാം പഴയ സ്ഥാനങ്ങളിൽ തന്നെ ഇടം നേടി. 2 മാസം മുൻപാണ് റോഡ് സുരക്ഷയുടെ ഭാഗമായി നഗരത്തിലെ പരസ്യ ബോർഡുകളെല്ലാം നീക്കം ചെയ്തത്. ദിവസങ്ങൾക്കകം നീക്കം ചെയ്തയിടത്തെല്ലാം പുതിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് അധികൃതർ കുത്തിയാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ. റോഡ് സുരക്ഷ ഉറപ്പുവരുത്തിയും ട്രാഫിക് നിയമലംഘനത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചും അധികൃതർ പൈതൃക നഗരത്തെ വാർത്തെടുക്കുമ്പോൾ നീക്കം ചെയ്ത പരസ്യ ബോർഡുകളെല്ലാം അതത് സ്ഥാനങ്ങളിൽ തന്നെ കയറിപ്പറ്റി. വിഡ്ഢായിത്തെരുവ് തീപിടുത്തത്തെ തുടർന്നായിരുന്നു കഴിഞ്ഞ 2 മാസം മുൻപ് നഗരത്തിലെ പരസ്യ ബോർഡുകളെല്ലാം അടിയന്തരമായി നീക്കം ചെയ്തത്. റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും തീ പടർന്നു പിടിക്കുന്ന സാഹചര്യം ആവർത്തിക്കാതിരിക്കാനുമായിരുന്നു ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും ട്രാഫിക് പോലീസും സംയുക്തമായി രംഗത്തെത്തിയിരുന്നത്. എന്നാൽ ഇന്ന് അതേ സ്ഥാനങ്ങളിൽ 10-ലും വലിയ ഫ്ലെക്സുകൾ
ഡ്രൈവർമാരുടെ ശ്രദ്ധ തെറ്റിക്കാനും റോഡ് അപകടങ്ങൾക്കുമെല്ലാം ഇത്തരം പരസ്യ ബോർഡുകൾ കാരണമാവാറുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ട് അധികൃതർ നടത്തിയ നീക്കം മാതൃകാപരമായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കകം തന്നെ പഴയ അവസ്ഥ തുടരുകയാണ്. ഇനിയൊരു തീപിടുത്തമോ റോഡപകടമോ ഉണ്ടാകുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന അധികൃതരുടെ നിലപാട് മാറുകയാണെങ്കിൽ ജനങ്ങളിൽ പരിഹാസമുണർത്തുന്ന ഇത്തരം അവസരങ്ങൾ ഒഴിവാക്കാനാവും. ഡിവൈഎഫ്ഐ യുവജന ജാഥകൾ സമാപിച്ചു. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ് സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. നവ ലിബറൽ നയങ്ങളെ ചെറുക്കുക, മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തി 15-ന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ നടക്കുന്ന യുവജന പ്രതിഷേധത്തിന്റെ പ്രചരണാർത്ഥമാണ് ഈ ജാഥ. ഡിവൈഎഫ്ഐ യുവജന ജാഥകൾക്ക് സമാപനം. നവലിബറൽ നയങ്ങളെ ചെറുക്കുക, മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തി 15-ന് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ നടക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ. ജില്ലാ സെക്രട്ടറി P. നിഖിൽ ക്യാപ്റ്റനായ തലക്കുളത്തൂരിൽ നിന്നും, ജില്ലാ പ്രസിഡന്റ് SK സജീഷ് ക്യാപ്റ്റനായി ജാഥ നരുക്കുനിയിൽ നിന്നും, ട്രഷറർ V. വസീഫ് ക്യാപ്റ്റനായി പന്തീരാങ്കാവിൽ നിന്നുമുള്ള ജാഥകളാണ് വൈകിട്ട് 6:30 മുതലക്കുളത്ത് എത്തിയത്. അഖിലേന്ത്യാ പ്രസിഡന്റ് PA മുഹമ്മദ് റിയാസ് സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. 2005 ഫ്രണ്ട് ലൈൻ പുറത്തിറക്കിയ RSSന്റെ പ്രധാനപ്പെട്ട തലവൻ ആൻഡമാൻ ജയിലിൽ നിന്നും നിലവിളിച്ച് കരഞ്ഞെഴുതിയ കത്തിന്റെ കോപ്പി ഇന്ന് എന്റെ മൊബൈൽ ഫോണിലുണ്ട്. ഒരു ചരിത്ര രേഖയാണ്. അതിൽ അദ്ദേഹം പറയുന്നു, ഇനി എന്നെ ഈ ജയിലിൽ നിന്നും എന്റെ പ്രിയപ്പെട്ട ബ്രിട്ടീഷ് സായിപ്പുമാരെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഇനിയുള്ള കാലം ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കുകൊള്ളാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ള RSS. സമാപന പൊതുയോഗത്തിൽ സ്വാഗത സംഘം ചെയർമാൻ K. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റന്മാരായ P. നിഖിൽ, SK സജീഷ്, V. വസീഫ്, ടൗൺ ബ്ലോക്ക് സെക്രട്ടറി K. അരുൺ തുടങ്ങിയവർ സംബന്ധിച്ചു. സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് പുറപ്പെടുന്ന ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് യാത്രയയപ്പ് നൽകി. മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റ് നടയിൽ ആരംഭിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹത്തിന് പുറപ്പെടുന്ന ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മദ്യവിരുദ്ധ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. ഭേദമന്യേ എല്ലാവരും ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് മദ്യ നിരോധനം എന്നത്. ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ, ഡോക്ടർ ഹുസൈൻ മടവൂർ, ഫാദർ ചാണ്ടി കുരിശുമൂട്ടിൽ, സ്വാമി ചിദാനന്ദപുരി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ആന്റണി ജേക്കബ് ചാവറ, KV മുഹമ്മദ് ഷുഹൈബ്, നാസർ ഫൈസി, അയ്യപ്പൻ രാമനാട്ടുകര, കുര്യൻ ചെമ്പനാനി, PT ബഷീർ, അബ്ദുൽ സലാം വളപ്പിൽ, N. രാജേഷ് കൃഷ്ണൻ, ബാബു അഗസ്റ്റിൻ, ഷെരീഫ് മൗലവി, യൂനസ് പരപ്പിൽ, പപ്പൻ കന്നാട്ടി, വെളിപാലത്ത് ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. An ideal center for higher education. വൈജ്ഞാനിക മേഖലയിൽ 2 പതിറ്റാണ്ടിന്റെ നിറസാന്നിധ്യം. അവർ കോളേജ് കുന്നമംഗലം. +1 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് റെഗുലർ ക്ലാസുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ക്ലാസുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BA ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, സോഷ്യോളജി ആൻഡ് BCom കോഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ, MA എക്കണോമിക്സ് ആൻഡ് സോഷ്യോളജി, ഡിഗ്രി സൺഡേ ബാച്ചസ്, സ്കൂൾ ഗോയിങ് ട്യൂഷൻ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, +1 +2 അക്കൗണ്ടൻസി ട്യൂഷൻ ആൻഡ് +1 +2 സയൻസ് ട്യൂഷൻ വിത്ത് എൻട്രൻസ് കോച്ചിങ്. കലാരംഗത്തും കായികമേളയിലും നിറ സാന്നിധ്യം. റഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ശാന്തമായ പഠനാന്തരീക്ഷം. അവർ കോളേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപം കുന്നമംഗലം. ഫോൺ നമ്പർ 9846295251, 0495323136. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ? വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ.
Diamonds. മർമ്മസൂത്രം ആയുർവേദ സിദ്ധ മർമ്മ വൈദ്യശാല രോഗശമനത്തിനൊപ്പം ആരോഗ്യവും ആത്മവിശ്വാസവും. വെറും ലക്ഷണങ്ങൾ നോക്കിയല്ല, ശരീരമാസകലം വേദനയുടെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അസഹ്യനമായ പഴക്കം ചെന്ന വിട്ടുമാറാത്ത ശരീര സന്ധിവേദനകൾക്ക് ശാശ്വത പരിഹാരം. കഴുത്ത്, നട്ടെല്ല്, ഇടുപ്പ്, കൈകാൽ മുട്ടുകളിലെ വേദന, വീക്കം, എല്ല് തേയ്മാനം, മസ്തിഷ്കാഘാതം മൂലം വരുന്ന തളർച്ച, ബലക്ഷയം, നാഡിഞരമ്പ് കൊടുങ്ങൽ, മൈഗ്രെയിൻ, കലശലായ തലവേദന, നിരന്തരമുള്ള വയറുവേദന, ക്യാൻസർ മൂലമുള്ള വേദന എന്നിവയ്ക്ക് കേരളത്തിലെ ആദ്യത്തെ പെയിൻ റിലീഫ് ക്ലിനിക് മർമ്മസൂത്രം. മർമ്മമറിഞ്ഞ ചികിത്സ. പുതിയ നിരത്ത്, എലത്തൂർ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി വിളിക്കൂ 04952460 or 9895151601. വാർത്തകൾ തുടരുന്നു. ആധുനികതയുടെ അതിപ്രസരം പലപ്പോഴും യാന്ത്രികത സൃഷ്ടിക്കുന്നതായി പ്രശസ്ത മാധ്യമപ്രവർത്തകൻ സയ്യിദ് നഖ്വി. ആധുനികതയുടെ സമകാലിക വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ടൗൺ ഹാളിൽ കവി ആർ രാമചന്ദ്രൻ സ്മാരക പ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനികതയുടെ അതിപ്രസരം പലപ്പോഴും യാന്ത്രികത സൃഷ്ടിക്കുന്നതായി പ്രശസ്ത മാധ്യമപ്രവർത്തകൻ സയ്യിദ് നഖ്വി ആധുനികതയുടെ സമകാലീന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ടൗൺ ഹാളിൽ കവി ആർ രാമചന്ദ്ര സ്മാരക പ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. Invited me 70 years ago, I would have had a supple memory, a capacity to absorb new languages. ആർ രാമചന്ദ്രൻ കവിതാ പുരസ്കാരം അൻസാർ കൊളത്തൂരിന് സമ്മാനിച്ചു. ഡോക്ടർ MGS നാരായണൻ അധ്യക്ഷത വഹിച്ചു. KC നാരായണൻ ആർ രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അപ്പൊ ഇങ്ങനെ പഴയ പൂർവാശ്രമത്തിൽ നിന്ന് ഈ പുതിയ സന്യാസ രാമേന്ദ്രൻ മാഷെ സംബന്ധിച്ചിടത്തോളം സന്യാസാശ്രമത്തിലേക്ക് കടന്നു വരവ്, മെച്യൂറായിട്ടൊരാളായിട്ട് വരുമ്പോൾ വേറൊരു വൈരുദ്ധ്യത്തിൻ്റെ മറ്റൊരു ഇതിലേക്ക്, വേറൊരു കാവ്യഭാവത്തിലേക്കും ഒക്കെ ഉള്ള ഒരു പുനർജന്മവും തിരിച്ചു വരവും അല്ലെങ്കിൽ വളർന്നു വരവും ഒക്കെ ആയിരുന്നു. ഡോക്ടർ KV തോമസ്, NE മനോഹർ തുടങ്ങിയവർ സംബന്ധിച്ചു. അത്താണിയിൽ സാന്ത്വനവുമായി മടവൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ്. നരിക്കുനി അത്താണി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ റീഹാബിലിറ്റേഷൻ സെന്ററിൽ സാന്ത്വനവുമായി മടവൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സന്ദർശിച്ചു. മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, ഭാര്യയും മക്കളും ഉണ്ടായിട്ടും അനാഥരാക്കപ്പെട്ടവർ, മറ്റ് വിവിധ കാരണങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടും അല്ലാതെയും ഇവിടെ എത്തിയവർ, അത്താണിയുടെ പ്രവർത്തകർ എന്നിവരോടൊപ്പം പാട്ടുപാടിയും അനുഭവങ്ങൾ പങ്കുവച്ചും യൂത്ത് ലീഗ് പ്രവർത്തകർ ഒരു ദിനം ചെലവഴിച്ചു. MSF പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അകാലത്തിൽ പൊലിഞ്ഞുപോയ ഫാസിൽ ഫിറോസിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ വാട്ടർ പ്യൂരിഫയറിന്റെ സമർപ്പണം CH സെന്റർ ജനറൽ സെക്രട്ടറി MA റസാഖ് മാസ്റ്റർ നിർവഹിച്ചു. വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന നവസമൂഹത്തിൽ യൂത്ത് ലീഗ് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് റാഫി ചെരച്ചോറ അധ്യക്ഷത വഹിച്ചു. മടവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VC ഹമീദ് മാസ്റ്റർ, KC അബ്ദുൽ ഖാദർ, K കുഞ്ഞാമുട്ടി, അലി മാസ്റ്റർ, KT അബ്ദുൽ സലാം, VC റിയാസ് ഖാൻ, C മുഹമ്മദ്, ഹാരിസ് മടവൂർ, ഫാസിൽ മടവൂർ, ജംഷീർ പള്ളിത്താഴം, അബ്ദുറഹിമാൻ, ഫാസിൽ മുട്ടാഞ്ചേരി, മുജീബ് രാംബോയിൽ, റാസിഖ് മടവൂർ, സിദ്ദിഖ് അത്താണി, ഭാരവാഹികളായ ഖാദർ മാസ്റ്റർ, T മുഹമ്മദ് അലി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി AP യൂസഫ് അലി സ്വാഗതവും ട്രഷറർ മുനീർ പുതുക്കുടി നന്ദിയും പറഞ്ഞു. പന്തീരാങ്കാവ് ത്രിവേണി ജംഗ്ഷനിൽ നിന്നും വ്യാജമദ്യം എക്സൈസ് സംഘം പിടികൂടി. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. പന്തീരാങ്കാവ് ത്രിവേണി ജംഗ്ഷനിൽ നിന്ന് 15 ലിറ്റർ വ്യാജ വിദേശ മദ്യം എക്സൈസ് സംഘം പിടികൂടി. സംഭവത്തിൽ ഒരാളെ കസ്റ്റഡിയിലെടുത്തു. പന്തീരാങ്കാവ് പ്രദേശത്ത് വ്യാപകമായ വ്യാജമദ്യ വിൽപ്പന നടക്കുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടന്നത്. 500 മില്ലി മദ്യത്തിന് 250 രൂപ നിരക്കിൽ ഗോവയിൽ നിന്നും വാങ്ങി 400 മുതൽ 500 രൂപ വരെ വില ഈടാക്കിയാണ് പ്രതികൾ മദ്യം വിറ്റതെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. KSPCയുടെ ഓളോഗ്രാമോ സ്റ്റിക്കർ ഇല്ലാത്തതും നികുതി അടയ്ക്കാത്തതുമായ മദ്യമാണ് പിടിച്ചെടുത്തതെന്നും അധികൃതർ അറിയിച്ചു. വാഹന പരിശോധനയ്ക്കിടെ ഒരാൾ ഓടി രക്ഷപ്പെട്ടു. ഒരാളെ പിടികൂടി. എക്സൈസ് റവന്യൂ ഓഫീസർമാരായ K അബ്ദുൾ ഗഫൂർ, സതീശൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ D ഗോവിന്ദൻ, മുഹമ്മദ് അസ്ലം, രഞ്ജിത്ത്, ജലാലുദ്ദീൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രവാസി ഇന്ത്യക്കാർക്ക് പ്രോക്സി വോട്ടിംഗിനുള്ള നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. കേരളത്തിന്റെ വിധിയെഴുത്തിൽ ഇനി പ്രവാസികളും നിർണായകം.
ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ലബോറട്ടറി മേഖലയ്ക്ക് പ്രാതിനിധ്യം നൽകണമെന്നും ലാബ് ഓണേഴ്സ് അസോസിയേഷൻ. അധികൃതർ നോക്കുകുത്തികളാകുന്നു. നഗരത്തിലെ നീക്കം ചെയ്ത ഫ്ലക്സ് ബോർഡുകൾ വീണ്ടും സ്ഥാനം പിടിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.